ഹലോ ഗൈസ്, ട്രിപ്പ് ആൻഡ് എപ്പിക് വിത്ത് ശരത്തിന്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഗൈസ് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്തുള്ള മിനി ഊട്ടിയിലാണ്. അപ്പം മിനി ഊട്ടി എന്നൊന്നും പറയാൻ പറ്റുമല്ലോ കേട്ടോ. ഏകദേശം നമ്മുടെ ആ വലിയ ഊട്ടിയില്ലേ, അതേ ഊട്ടി പോലെ തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ മിനി ഊട്ടിയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഗെയ്സ്, നമ്മുടെ ഈ മിനി ഊട്ടി എന്ന് പറയുന്നിടത്ത് ഒരു മിസ്റ്റി ലാൻഡ് എന്ന് പറഞ്ഞ വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്. അവിടെയാണ് ഇപ്പം നമ്മളുള്ളത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി താലൂക്കിൽ കൊണ്ടോട്ടി ബ്ലോക്കിലെ നെടിയിരുപ്പ് ഗ്രാമപഞ്ചായത്തിലെ അരിമ്പ്ര മലയിലാണ് കേട്ടോ ഈ മിനി ഊട്ടി സ്ഥിതി ചെയ്യുന്നത്. യഥാർത്ഥ നമ്മുടെ ഊട്ടിയിലെ ആ ഊട്ടിയുടെ അത്രത്തോളം മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ മിനി ഊട്ടി എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഹിൽ ഏരിയയ്ക്ക് 2600 മീറ്റർ, അതായത് 8500 അടി ഉയരമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ഈ മിനി ഊട്ടിയിലുണ്ട് കേട്ടോ. 2 ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ. ഒന്ന് ചെറിയ ബ്രിഡ്ജാണ്, മറ്റേത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജാണ്. ഈ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജിന് 66 മീറ്റർ നീളവും അതുപോലെ 4 മീറ്റർ വീതിയുണ്ട്. അസാധ്യ ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ. അതുപോലെ ഇവിടെ ഈ മിനി ഊട്ടിയിൽ ട്രക്കിങ്, ഹിൽ സ്റ്റേഷൻ, അതുപോലെ വ്യൂ പോയിൻ്റ് ഉണ്ട്, അരിമ്പ്ര ട്രക്കിംഗ് ഉണ്ട്, മിസ്റ്റിഗിരി ഉണ്ട്, വെള്ളച്ചാട്ടമുണ്ട്, വാൾപേപ്പർ വ്യൂ ഉണ്ട്, അതുപോലെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അതുപോലെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ ചാടി കളിക്കുകയാണ് കേട്ടോ. ഇഷമോളും ഐഷും വളരെ ഹാപ്പിയാണ്. ഇഷമോൾ പരമാവധി എൻജോയ് ചെയ്യുന്നുണ്ട്, കാരണം ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ റോപ്പ് വേ ഫെസിലിറ്റി ഉണ്ട് കേസ് ഇവിടെ. ഇഷമോൾ ഇത് റോപ്പ് വേയിലൂടെ പോകുന്ന ആൾക്കാർക്ക് ടാറ്റ കൊടുക്കുകയാണ് ഇവിടെ നിന്ന്. ഗേസ് ശരിക്കും പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. വലിയൊരു എക്സ്പെൻസീവും ഇല്ല. നിങ്ങൾക്ക് കോഴിക്കോട് നിന്ന് ഏകദേശം ഒരു 10-40 കിലോമീറ്റർ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇവിടെ എത്താനായിട്ട്. അതുപോലെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ സ്വന്തം വണ്ടിയിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക, കാരണം സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇവിടുന്ന് ഒരു വണ്ടി കിട്ടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം വലിയൊരു ഹിൽ സ്റ്റേഷനാണ് ഇവിടെ. ഇഷമോളും ഐഷും കൂടെ ഒളിച്ചുകളി നടത്തുവാണ്. ഇഷമോളെ കാളെ ഓടിക്കണം എന്നാണ് ഗെയ്സ് ഇഷമോള് പറയുന്നത്. കാളയുടെ ഒരു പ്രതിമയാണ്. ഹായ്, ഒരു ഹായ് കൊടുത്ത ഇഷമോളെ. ഹായ് ഗെയ്സ്, നമ്മളിപ്പം ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോവുകയാണ്. 2 ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ ഇവിടെ. ഒന്ന് വലുതും ഒന്ന് ചെറുതും. വലിയതിൽ കയറാനായിട്ട് 200 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. ചെറിയ ബ്രിഡ്ജിൽ കയറാനായിട്ട് 50 രൂപയാണ് വരുന്നത്. പക്ഷേ നിങ്ങൾ മാക്സിമം വലിയ ബ്രിഡ്ജിൽ കയറിയ അന്യായ എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളിതാ ഇവിടെ ബ്രിഡ്ജിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. ടിക്കറ്റ് ഇവിടെ കൊടുക്കണം. 2 ആളെ. ഗയ്സ്, നമുക്കിവിടെ ചെരുപ്പ് അഴിച്ചു വെച്ചിട്ട് വേണം ഇങ്ങോട്ട് കയറാനായിട്ട്. അയ്യോ, ഇത് കാണുമ്പം തന്നെ നമുക്കൊരു ഭയമാണ് ശരിക്കും പറഞ്ഞാൽ. താഴോട്ട് നോക്കിയാൽ നമുക്ക് അപ്പം തല കറങ്ങും. എനിക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ താഴേക്ക് നോക്കുമ്പോഴേക്ക്. കാരണം താഴെ ഇത്രയും വലിയ ആഴത്തിൽ ഓരോ സ്റ്റെപ്പ് എനിക്ക് വെക്കാനും ഭയങ്കര പേടിയാണ്. ഗൈസ്, വൺ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നിങ്ങൾ താഴോട്ടൊന്ന് നോക്കൂ,
ഭയങ്കര പൊക്കത്തിലാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ സ്റ്റെപ്പ് നടക്കാനും ഭയങ്കര പേടിയാണ് കേട്ടോ. ഇതാ ഇഷമോള് വരികയാണ്. ഇഷമോളും ഐഷും കൂടെ കയറുകയാണ്. ഇഷമോള് വളരെ കൂളായിട്ടാണ് കേട്ടോ വരുന്നത്. അവർക്ക് പിന്നെ കാര്യങ്ങൾ മനസ്സിലാകാനുള്ള പ്രായമാകാത്ത സ്ഥിതിക്ക് പ്രശ്നമില്ല, അവർക്ക് ചാടി മറിഞ്ഞ് വരാം. ഷമോളെ ഹലോ, ടാറ്റ പറഞ്ഞേ. ഇങ്ങോട്ട് നോക്കി ടാറ്റ പറഞ്ഞിട്ട് വെക്കോ. ഇഷമോളും ഐഷും കൂടെ ടാറ്റ എന്ന് പറഞ്ഞ് എന്നെ ഇവിടെ ഇട്ടിട്ട് പോയിരിക്കുകയാണ് കേസ്. എനിക്ക് മുന്നോട്ട് പോകാൻ ചെറിയൊരു ഭയമുണ്ട്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അന്യായ എക്സ്പീരിയൻസ് കേട്ടാണ് ഈ ക്ലാസ്. ഇതിൽ നമ്മൾ കയറിയിട്ട് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് തല ഇറങ്ങാൻ സാധ്യതയുണ്ട്. കാരണം ഇത്രയും കാരണം അവർ പോകുന്ന സ്പീഡിൽ എനിക്ക് പോകാൻ പറ്റുന്നില്ല. ടെൻഷനാണ്. കാരണം ഞാൻ താഴോട്ട് നോക്കുന്നുണ്ട്, ക്യാമറയെ നോക്കി ക്യാമറ താഴേക്ക് കാണിക്കുമ്പോൾ എനിക്കും ഭയം വരുന്നുണ്ട്. കാരണം താഴേക്ക് നോക്കുമ്പോൾ തന്നെ ഉള്ളിൽ കൂടെ ഒരു തരിപ്പിങ്ങനെ അങ്ങോട്ട് കയറുവാണ് തലയിലേക്ക്. ആടുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ആട്ടം ഉണ്ട് ചെറുതായിട്ട്. പക്ഷേ എങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് താഴോട്ട് നോക്കിയാൽ എൻ്റെ കിളി പോകുന്ന അവസ്ഥയിലാണ്. കാരണം തല കറക്കുന്നുണ്ട്. നമ്മൾ വെറുതെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്യുന്നല്ലോ കേട്ടോ. ശരിക്കും നല്ല താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ആഴമാണ്. ഐഷു എങ്ങനെയുണ്ട് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിട്ട്? പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല, അത്രയും എക്സൈറ്റഡ് ആണ്. കാരണം ഇത്രയും ചെറിയ കുഞ്ഞ് വരെ അത്രയും എക്സൈറ്റ്മെൻറ്റിൽ പേടിയാവാൻ തുടങ്ങി. അവൾക്ക് അത്രയും പ്രായമായിട്ടുള്ളൂ, 2 വയസ്സ് പോലും ആയിട്ടില്ല. അപ്പോഴേക്കും തന്നെ ആദ്യം ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ നടന്നു വരുന്നെങ്കിലും അങ്ങ് അറ്റത്തെത്തിയപ്പോഴേക്കും ആൾക്ക് പേടിയാവാൻ തുടങ്ങി. അതുപോലെ തന്നെ 66 മീറ്റർ നീളവും 4 മീറ്റർ വീതിയുണ്ട് ഈ ഗ്ലാസ് ബ്രിഡ്ജിന്. അന്യായ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അന്യായ എക്സ്പീരിയൻസ് വേറെ ഒരു ലെവലാണ് കേട്ടോ. നിങ്ങൾ എങ്ങനെയാണെങ്കിലും മസ്റ്റായിട്ട് വന്നിവിടെ വാച്ച് ചെയ്യണം. അതുപോലെ ഇതാ റോപ്പ് വേ ഫെസിലിറ്റി ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അടിപൊളിയാണ് റോപ്പ് വേ ഫെസിലിറ്റി ഉള്ളത്. ഇവിടെ ഇല്ലാത്ത സംഗതികളൊന്നുമില്ല, എല്ലാ സെറ്റപ്പും ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റോപ്പ് വേയും ഈ ഗ്ലാസ് ബ്രിഡ്ജുമാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഗെയ്സ് അതുപോലെ ഇവിടെ നമുക്ക് അക്വേറിയം ഉണ്ട്. അത് വലിയൊരു അക്വേറിയമാണ് കേട്ടോ. അക്വേറിയം ഉണ്ട്, അതുപോലെ ഹൊറർ ഹൗസുകളുണ്ട്. അതുപോലെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരുപാട്, നമ്മുടെ അഡ്വഞ്ചറായിട്ടും അല്ലാതെയൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഗതികളുണ്ട്. അതുപോലെ നമ്മൾ അടുത്തതായിട്ട് റോപ്പ് വേയിൽ പോകാനായിട്ട് പോവാണ് ഗെയ്സ്. അപ്പോൾ റോപ്പ് വേ പോകാനായിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 200 രൂപയാണ് വരുന്നത്. പോവാം, നടന്നോ. ഞങ്ങളിതാ റോപ്പ് വേയിലേക്ക് പോവുകയാണ്. നോക്കിക്കാരണേ. ഞാനും ഇഷമോളും ഐശ്വര്യയും കൂടി റോപ്പ് വേയിലോട്ട് പോവുകയാണ്. കേസ് ഞാനിതാ സ്റ്റാർട്ട് ചെയ്യാണ് റോപ്പ് വേയിലൂടെ. അപ്പം ഇഷമോളും ഐശ്വര്യയും കയറിയിട്ടില്ല. കാരണം കുറച്ച് സേഫ്റ്റി, അവർക്ക് സേഫ്റ്റിയാണ് ഇതെല്ലാവർക്കും കയറാമെങ്കിലും നമുക്ക് ഒരു ഭയം കൂടുതലുള്ള കാരണം നമ്മളവരെ കയറ്റിയില്ല. റോപ്പ് വേയിലൂടെ ഒരുപാട് ദൂരം പോകാൻ പറ്റും. രണ്ട് റൗണ്ട് ഉണ്ട് നമുക്ക് റോപ്പ് വേക്ക്. ഒരു സൈഡ് വഴി നമുക്ക് വന്ന ശേഷം ഇതാണ് നമ്മൾ കാണുന്ന ഗ്ലാസ് ബ്രിഡ്ജ്. സൂപ്പറാണ് കേട്ടോ. അത്യാവശ്യം ചെറിയൊരു ഭയമൊക്കെ ഉണ്ട് കേട്ടോ. ഇവർ കുറച്ച് സേഫ്റ്റി ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പേടിക്കേണ്ട ഒരു സംഭവമൊക്കെ ഉണ്ടെന്ന് പറയാം. അതായത് നിങ്ങളെ ഞാൻ പേടിപ്പിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ അത്യാവശ്യം
പേടിയുള്ള ആളാണെങ്കിൽ കയറാതിരിക്കുന്നതാണ് നല്ലത്. കാരണം കുറച്ച് അഡ്വഞ്ചറാണ്. ഇവരിത് ഷെയ്ക്ക് ചെയ്തിട്ട് നമ്മളെ ഒന്ന് അഡ്വഞ്ചറാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. നല്ല സ്പീഡാണ്. ചെറിയൊരു പേടിയുണ്ട്, ചെറിയല്ല നല്ലൊരു പേടിയുണ്ട്, എങ്കിലും കുഴപ്പമില്ല, സൂപ്പറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. റോപ്പ് കുറച്ച് അഡ്വഞ്ചറായിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ളവർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ഇതിൽ കയറാവുന്നതാണ്. അടിപൊളി വൈബാണ് ഗൈസ്. നമ്മൾ അക്വേറിയം വിസിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഒരാൾക്ക് 100 രൂപ വേണം ടിക്കറ്റ് എടുക്കണമെങ്കിൽ. അപ്പോൾ ഇഷ്ടമുള്ള കാരണം നമ്മൾ അക്വേറിയം, അവർക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അക്വേറിയം കാണാനായിട്ട് കയറിയിരിക്കുകയാണ്. ഇഷമോൾക്ക് ഭയങ്കര ഇഷ്ടമായി മീനിനെ. ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഇഷമോളായിരുന്നു. കാരണം ഇഷമോൾക്ക് പറ്റുന്ന ഒരുപാട് ആക്ടിവിറ്റികൾ ഇവിടെ ഉണ്ട്. ഇതുപോലെ അക്വേറിയം, അതുപോലെ കിഡ്സിൻ്റെ പ്ലേ ഗ്രൗണ്ട്. ഇഷമോള് ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. ഇത്രയും മീനുകളെയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. മീമി എൻ്റെ വാലഞ്ചി എവിടെ? മീമി എല്ലായിടത്തും മീമിയാണ്. ദൂരം മീമി. ഓ ഗെയ്സ്, അക്വേറിയം അത്യാവശ്യം വളരെ നല്ല രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. ടണൽ സെറ്റപ്പിലാണ്. നിങ്ങൾ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് വരുവാണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഗെയ്സ്, ഈ കാണുന്നത് 16D തിയേറ്ററാണ്. അത് അത്യാവശ്യം പേടിപ്പെടുത്തുന്ന സംഭവമാണ്. ഹൊറർ ഹൗസും ഉണ്ട് കൂടെ. അപ്പോൾ ഇവിടെ കുട്ടികളെയും കൊണ്ട് കയറുന്നതിന് കുഞ്ഞു കുട്ടികളെ കൊണ്ട് കയറിയ കുറച്ച് പ്രശ്നമാണ്. അതുകാരണം നമ്മൾ ഇഷ്ടമുള്ള കാരണം കയറിയിട്ടില്ല. പക്ഷേ നിങ്ങൾ തീർച്ചയായും ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യണം. നല്ല എക്സ്പീരിയൻസ് ആണ് ആൾക്കാർ ഇവിടെ കയറിയിട്ട് പറയുന്നത്. ഇത് നമുക്ക് കുട്ടികളെ കൊണ്ടുവന്നിട്ട് കാറ് റൈഡ് ചെയ്യാൻ പറ്റും. കുഞ്ഞു കാറുകളൊക്കെ ഉണ്ട്. ചെറിയ കുട്ടികളെ നമുക്ക് തന്നെ ഇരുത്തി നമുക്ക് ഓടിക്കാൻ പറ്റുന്ന ഒരു ബമ്പർ കാർ റേസിൻ്റെ ഒരു സ്ഥലമാണ്. ഗൈസ്, നമ്മുടെ ഇഷമോളും ഐഷവും കൂടെ ബമ്പർ കാർ ഓടിക്കാനായിട്ട് കയറിയിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ഇരിക്കുകയാണ്. ഐഷുവിൻ്റെ ഫാസ്റ്റ് ഡ്രൈവിംഗ് ആണ്. ഇഷമോളെ ടാറ്റ ടാറ്റ. കേസ്, ഇതാണ് നമ്മുടെ കുട്ടികളുടെ പാർക്ക് വരുന്നത്. ഇവിടെ ഒരുപാട് ഗെയിംസിനുള്ള ഫെസിലിറ്റിയൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബോട്ട് സർവീസും ഉണ്ട്. ചെറിയൊരു പൂള് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൽ നമുക്ക് ബോട്ട് സഫാരിയൊക്കെ നടത്താം. ഒരുപാട് ഗെയിമിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഗെയ്സ്, ഇതാ ഐഷും ഈഷമോടും കൂടെ ട്രെയിൻ കയറുകയാണ്. ട്രെയിന് പോവുകയാണ്. ഓ, ടാറ്റാ ടാറ്റാ. നമ്മൾ ടാറ്റയൊക്കെ തന്നിതാ അങ്ങ് പോവാണ് ട്രെയിന്. അതുപോലെ ഒരുപാട് ഫുഡ് കൗണ്ടറുകളുണ്ട്, ഐസ്ക്രീം പാർലറുകളുണ്ട്, ഹോട്ടലുകളുണ്ട്. ഫുഡ് കഴിക്കാനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. കേസ്, ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും പരിചയമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? തോന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഗുണ കേവ്. നമ്മുടെ മഞ്ചുമ്പൽ ബോയ്സിൽ കണ്ടിരുന്ന ഗുണ കേവ്. പക്ഷേ ഇത് ഒറിജിനൽ ഗുണ കേവ് അല്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഗുണ കേവ്. അതും ഈ നമ്മുടെ മിനി ഊട്ടിയിലാണുള്ളത്. നമുക്കിതിന് ആ ഉള്ളിൽ ജസ്റ്റ് പോയി നോക്കാം. സിനിമയിൽ കണ്ട പോലെ തന്നെയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് മെയ്ഡ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ, കല്ലൊന്നുമല്ല. എന്തോ ഒരു മെറ്റൽ വെച്ചിട്ട് ഇവർ ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ അതേപോലെ സിനിമ സെറ്റിട്ട പോലെ തന്നെ ഇവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം ഗുണാക്കേവിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒരു ഗുഹയിൽ പോകുന്ന സെറ്റപ്പൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ആ സിനിമ സെറ്റിട്ട ആൾക്കാരെ കൊണ്ട് തന്നെയാണ് ഇത് ഇട്ടതെന്ന് സംശയമുണ്ട്. കാരണം അത്രത്തോളം പെർഫെക്ഷൻ ഉണ്ട് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്.
ഈ കാട്ടിലൊക്കെ കാണുന്ന കൂണ് അതേപോലെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായി ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ഫുള്ള് മാൻമെയ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇതാ ഇവിടെ തേനീച്ചയുടെ കൂടെ ഇവർ സെറ്റപ്പ് ചെയ്ത് ലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഗുണ കേവിൽ നിങ്ങൾ ആ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു ചെറിയ വെള്ളച്ചാട്ടം അതിനുള്ളിൽ കൊള്ളാം, വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കൊള്ളാം ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഒരു ഗുഹയിൽ പോയ അതേ സെറ്റപ്പ് നമുക്ക് ഫീൽ ചെയ്യും. സംഭവം ഇത് ഒറിജിനൽ ഗുഹ അല്ലെങ്കിലും നമുക്ക് അതേ ഫീലുണ്ട്. നമുക്ക് ഇതിനുള്ളിൽ കയറുമ്പം നമുക്ക് അതിനുള്ളിലത്തെ ഒരു അറ്റ്മോസ്ഫിയർ വരെ ഇവർ ഇതിനുള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും ആ ഒരു കാടിനുള്ളിൽ പോയ പോലെ വലിയ വലിയ കൂണുകൾ, അതുപോലെ തേനീച്ചക്കൂടുകൾ, പിന്നെ ചെറിയ ചെറിയ പാറകൾ സെറ്റ് ചെയ്തിട്ട് അതിനുള്ളിൽ ലൈറ്റ് വെച്ചിരിക്കുകയാണ് ഇവർ. ഈ പറയുന്ന പോലെ ഇതാ ചിതലിൻ്റെ കൂടുകളൊക്കെ അതേപോലെ അവർ മെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗെയ്സ്, ഗുണ കേവിനുള്ളിൽ കയറിയപ്പം പോലെ ഐശുവിന് കൺമണി അൻപത് കാതൽ പാടണമെന്ന് ഭയങ്കര ആശ. എന്നാൽ പിന്നെ പാടിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. എന്നാ 2 ലൈൻ അങ്ങോട്ട് ഇട്ടേ. കൺമണി അൻപോട് കാതലെന്നാഴ്ന്ന് കഴുതുമേ, പൊന്മണി ഉന്നോട് സഖ്യമാനായും പൊട്ടേട്ടാ. ഈ മരം നിങ്ങൾ ഒറിജിനൽ മരമാണെന്നല്ല വിചാരിക്കുന്നത്, പക്ഷേ അല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇലകൾ ക്ലോത്ത് വെച്ചാണ് ഉണ്ടാക്കിയത്. അതുപോലെ ഇതിൻ്റെ തടി ഒരു മാൻമെയ്ഡാണ്. തെർമോക്കോളോ അങ്ങനെ എന്തോ ഒരു സാധനം വെച്ചാണ് ഈ ഗുണക്കേവ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേ സാധനം വെച്ചാണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത്. ഗെയ്സ്, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. അതും വാലറ്റ് പാർക്കിംഗ് ആണ്, പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട്. ഗെയ്സ്, ഈ പാർക്ക് ചെയ്യുന്നിടത്ത് വരെ അന്യായ വ്യൂ ആണ്. ഇവിടുന്ന് നേരെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്രത്തോളം മനോഹരമായിട്ടുണ്ട്. വൻ മലനിരകളാണ് കേട്ടോ ചുറ്റും. അപ്പോൾ ഗെയ്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം പറ്റുവാണെങ്കിൽ മാക്സിമം മിനി ഊട്ടിലേക്ക് വരും അല്ലേ? എങ്ങനെയുണ്ട് മിനി ഊട്ടി എക്സ്പീരിയൻസ്? പ്രകൃതിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ ഒരു സ്ഥലം മിസ്സാക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രകൃതി മാത്രമല്ല, അഡ്വഞ്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റികളും ഒരുപാടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് ഒന്നും വേറെ എവിടെയും കാണാൻ പറ്റില്ല, കേരളത്തിലോ ഇന്ത്യയിലോ തന്നെ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് വരിക. അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ മറ്റൊരു സ്ഥലമായിട്ട് വരും. അതുവരെ എല്ലാവർക്കും